ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സിമ്പിൾ ഡേയ്സ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ബാക്കിയാണ്. അന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞല്ലോ. പോയത് വേറെ എവിടേക്കുമല്ല, ദുബായ് മിറാക്കിൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കാതെയാണ് അവിടേക്ക് പോയത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, എന്നെ കൊണ്ടുപോകുന്ന ആൾ എൻ്റെ പ്രിയ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ കുറേ ചെടികളും പൂക്കളും മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഗൂഗിളിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളും നോക്കിയപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ഇങ്ങനെ ഈ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഭർത്താവ് ഇന്നേ വരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം കേട്ടിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ നമുക്ക് ഒരുപാട് കാണാനും എക്സൈറ്റിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത്. സംഭവം കുറേ പൂക്കളും ചെടികളും അതൊക്കെ തന്നെയാണ്. പക്ഷെ അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, അല്ലാതെ അത് വെച്ച് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെയാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. എമിറേറ്റ്സ് ഫ്ലൈറ്റ് വരെ ഉണ്ടാവില്ല, ഒരുപാട് ക്രിയേഷൻസ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നിറയെ പൂക്കൾ, നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ. ഞങ്ങൾ പോയത് ഏപ്രിൽ ലാസ്റ്റല്ല, ഓൾമോസ്റ്റ് സമ്മർ ടൈം ആയില്ലേ. അതിൻ്റേതായ ചെറിയ പോരായ്മകൾ മാത്രമേ എനിക്കവിടെ തോന്നിയുള്ളൂ. കാരണം പൂക്കൾ കുറവായിരുന്നു. കുറവ് എന്ന് പറയാൻ മാത്രം കുറവെന്ന് അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ട്. പക്ഷെ നമ്മൾ വിൻ്ററിലാണ് പോയിരുന്നെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. പുറത്ത് പോകുമ്പോഴൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇവയാണ്. ഇവയ്ക്കിപ്പോൾ ഞാനിത് എവിടെയാണ് വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ മിറാക്കിൾ ഗാർഡൻ കാണാൻ വന്നിരിക്കുകയാണ്, അതിനുള്ളൊരു ബോധമൊന്നും ഇല്ലെങ്കിലും അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പൂക്കളും ചെടികളൊക്കെ കണ്ടുകൊണ്ടാണോ അതോ അവൾക്ക് ഓടി നടക്കാൻ കുറേ സ്ഥലം കിട്ടിയോണ്ടാണോ എന്നറിയില്ല, അവൾ എന്തായാലും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. അവൾ വലുതാകുമ്പോൾ ഇപ്പോൾ അവൾക്ക് ഇതൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല, ഞാൻ മിറാക്കിൾ ഗാർഡൻ പോയി അവിടെ കുറേ കളിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും. അതുകൊണ്ട് അവളുടെ കുറേ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ, മോൾ ഇവിടേക്ക് പോയിട്ടുണ്ട്, ഇവിടേക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് നീ ഓടി നടന്ന് കളിച്ചിട്ടുണ്ട്. ഈ ആനക്കുട്ടിയൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ താഴെ നിറയെ പൂക്കളായിരുന്നു, എല്ലാ പൂക്കളും അവൾ പിച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പിച്ചാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവളെ കുറച്ചൊക്കെ അവളുടെ ഇഷ്ടത്തിനും വിട്ടുകൊടുത്ത്, അവളും എൻജോയ് ചെയ്യണ്ടേ. ഇത്രയും ഭംഗിയിൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല, അതെല്ലാം അവർ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതൊരുപാട് നടന്ന് കാണാനുണ്ട്. ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറോളം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ നടന്ന് കണ്ടിട്ടുണ്ട്. നന്നായി എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു അന്ന്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേനും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എടുക്കുന്നതാണ് ഈ ലവിൻ്റെ ഉള്ളിലുള്ളൊരു ഫോട്ടോ, അതും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി വിൻ്റർ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം. ആ മിറാക്കിൾ ഗാർഡൻ്റെ ബ്യൂട്ടി ശരിക്കും ഒന്ന് ആസ്വദിക്കാനായിട്ട് എന്തായാലും പറ്റട്ടെ.